Hey guys, this is Charlie Bob. Welcome back to my channel. അപ്പൊ എല്ലാവരും തമ്മിലിൽ കണ്ടു കാണും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു 4 ടിപ്പാണ് ഇന്നത്തെ എന്റെ വ്ളോഗിൽ ഞാൻ പറയുന്നത്. ബിടെക്കിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി ബിടെക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഞാനൊന്ന് പറയാം. ബിടെക്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കയറുമ്പോൾ തന്നെ അത് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞ സബ്ജക്ട്, ഈ ലൈഫ് സ്കിൽ എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്ട് ആണ്. ഇതിന്റെ പേര് ചിലപ്പോൾ ഇതായിരിക്കണം എന്നില്ല. ലൈഫ് സ്കിൽ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് സബ്ജക്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാനുള്ള ഒരു ഫിയർ ഉണ്ടാവല്ലേ. അതായത് ഇപ്പൊ നമുക്ക് സെമിനാർ എടുക്കണം, അതുപോലെ തന്നെ പ്രസന്റേഷൻ, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, മോക്ക് ഇന്റർവ്യൂസ്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് കണ്ടക്ട് ചെയ്യും. ഈ 4 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എത്ര പ്രസന്റേഷൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം പ്രസന്റേഷൻ പിന്നെ ആദ്യമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ റോൾ നമ്പർ ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന ഓരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്റെ ആണെങ്കിൽ ഒരു വൃത്തികെട്ട റോൾ നമ്പറും കൂടി ആയിരുന്നു. റോൾ നമ്പർ 20 എന്നുള്ള റോൾ നമ്പർ എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം. എല്ലാ മിസ്സുമാരുടെ വായിൽ ആ റോൾ നമ്പർ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ സാധനത്തിനും എനിക്ക് ഫ്രണ്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വരാണ്. പിന്നെ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ പോയി എന്തെങ്കിലും പറയുന്നതൊക്കെ എനിക്കൊരു വിഷയമല്ലാണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജ് ഫിയർ അങ്ങോട്ട് മാറി. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ്. പക്ഷെ ഞാൻ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞ ഫൈനൽ ഇയർ ആയപ്പോഴാണ്. ഫൈനൽ ഇയർ പ്ലേസ്മെന്റിന് ഞാൻ പറഞ്ഞല്ലോ, പ്ലേസ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇപ്പം ഞാൻ തന്നെ കുറെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കോളൊക്കെ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ചും കൂടെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയത്. അപ്പൊ ഈ ഒരു 4 ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ റെഗുലർ ആയി ചെയ്യുവാണെങ്കിൽ. നമുക്കറിയാം, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതായിട്ട് യൂസ്ഡ് ആവും. ഇപ്പൊ എന്റെ ചാനൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് വ്ളോഗ് എടുത്ത് നോക്കുമ്പോഴും ഇപ്പോഴത്തെ ഒരു വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ലോണം ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇന്നത്തെ 4 ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല്, ഇംഗ്ലീഷ് മൂവീസ് കൂടുതലായിട്ട് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാൻ ഒക്കെ ആണെങ്കിൽ രാത്രിയിൽ എന്നും ഒരു ഇംഗ്ലീഷ് മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. അത് പിന്നെ ഒന്ന് പൊടിതെറ്റി എടുക്കണം. ഈ വീഡിയോ ചെയ്തത് എനിക്കും കൂടെ ഒന്ന് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് മൂവി കാണുവാണെങ്കിൽ നിങ്ങളുടെ ലിസണിങ് സ്കിൽസും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസും ഇമ്പ്രൂവ് ആവുന്നതാണ്. എനിക്കറിയാം പലർക്കും ഇങ്ങനെ സിനിമ കാണാനൊന്നും ഇഷ്ടമല്ല. ഞാൻ നിങ്ങളൊരിക്കലും ഫോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സിനിമ വെച്ച് കാണാം. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഹിന്ദിയൊക്കെ ചിലർക്ക് നല്ലോണം സംസാരിക്കാൻ അറിയുന്ന കണ്ടുണ്ടോ, അവർ ഹിന്ദി കാർട്ടൂൺസ് കൂടുതലായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, നിങ്ങൾ ഒരു 60 days ഇത് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽസ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മെത്തേഡ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് നമുക്ക് കേട്ട് പഠിച്ചു. അതായത് ആദ്യമൊക്കെ നമ്മൾ സബ് ടൈറ്റിൽസ് ഇട്ട് കണ്ടുകൊണ്ടിരുന്നതായിരിക്കാം. പിന്നെ നമ്മൾ സബ് ടൈറ്റിൽസ് ഇടാണ്ട് മൂവീസ് കാണാൻ തുടങ്ങി. ഇനി നമുക്കിത് വർക്കായോ ഇല്ലോ എന്ന് അറിയണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് സംസാരിച്ച് തന്നെ നോക്കണം. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും ഇംഗ്ലീഷ് വേറെ ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ എന്താ പറയാ, ലൈക്ക് ഒരു പേടി കാണും, ഗ്രാമർ മിസ്റ്റേക്സ് വരും. അപ്പൊ പലർക്കും ഇംഗ്ലീഷ് കേട്ടാലും മനസ്സിലാവും, പക്ഷെ സംസാരിക്കുമ്പോൾ അത്ര ശരിയാവാറില്ല. അങ്ങനത്തെ പേടിയൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാനും എന്റെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോഴും, ഞാൻ എന്റെ അനിയത്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഞങ്ങളിങ്ങനെ പറയും, നമുക്ക് ഇന്ന് ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കാം, അതാകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽസ് കൂടുമല്ലോ. എന്നിട്ട് ഫസ്റ്റ് മലയാളം സംസാരിക്കുന്ന ഒരു മങ്കിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. എന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് പിന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ സൈലന്റ് ആയിരിക്കേ. ഇങ്ങനെ യെസ്, നോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ മാത്രമായിരിക്കും നമ്മൾ പറയത്തുള്ളൂ. അപ്പം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ, അങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണല്ലോ ചാറ്റ് GPT. അപ്പൊ ചാറ്റ് GPTയിലെ വോയിസ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പുള്ളിനോട് എന്തെങ്കിലും പറയണം. നിങ്ങൾ പുള്ളിനോട് പറയണം, എനിക്ക് എന്റെ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ എന്റെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ്. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ആൾക്കാരോട് തന്നെ സംസാരിക്കാന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പറ്റാത്തവരാണെങ്കിൽ ചാറ്റ് GPT യൂസ് ചെയ്ത് സംസാരിച്ച് പഠിക്കാം. ഇനി ടിപ്പ് നമ്പർ 3 എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഡുവോലിങ്കോനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഡുവോലിങ്കോ ഒരു നല്ല ആപ്പാണ്. അതിൽ നമുക്ക് വേറെ ലാംഗ്വേജസും പഠിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാം. അവർ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ തൊട്ട് നമുക്ക് വേണ്ട ഒരു വർക്ക്ഷീറ്റ് പോലെ എല്ലാം ചെയ്യിപ്പിക്കും. അപ്പൊ ഡുവോലിങ്കോ എന്ന് പറഞ്ഞ ആപ്പ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എല്ലാ ദിവസവും കയറി ഡെയിലി ഒരു എക്സസൈസ് പോലെ
10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ അങ്ങനെ എന്തെങ്കിലും ഇരുന്ന് ചെയ്താൽ മതി. ലാസ്റ്റ് ടിപ്പ്, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പ് എന്തായിരുന്നു, ഒരു മൂവി ഒരു സമയം ഒരു ദിവസം കാണാന്നുള്ളതല്ലേ. അപ്പൊ അത് പോസിബിൾ ആയിട്ട് അത് പോസിബിൾ ആക്കാൻ പറ്റാത്തവർക്കുള്ളതാണ് ഈ ഒരു ടിപ്പ്. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റയിൽ ഇരുന്ന് റീല് കാണുന്നവരും യൂട്യൂബിൽ ഇരുന്ന് ഷോർട്ട് കാണുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഷോർട്സ് ആൻഡ് റീൽസ് കണ്ടുകൂടാ? അപ്പൊ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ഫീഡ് ഇംഗ്ലീഷ് റീൽസിലോട്ടൊക്കെ സെറ്റാക്കി വെക്കുക. ഇംഗ്ലീഷ് റീൽസും ഷോർട്സും ഒക്കെ കൂടുതലായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഇംഗ്ലീഷ് സ്റ്റോറി എന്നൊക്കെയുള്ള സാധനം ഇംഗ്ലീഷ് സ്റ്റോറീസ് കാണും. ഇപ്പം ചിലരിപ്പം ഡേ ഇൻ മൈ ലൈഫ് ഇംഗ്ലീഷിൽ ചെയ്യും. അപ്പം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇപ്പൊ നമ്മൾക്ക് ഡേ ടു ഡേ നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ ഇടയിൽ പറയാം, ഇത് ടിപ്പൊന്നും അല്ല. നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ അധികം സ്പീഡ് കൂട്ടി സംസാരിക്കാണ്ടിരിക്കാം. എനിക്ക് ആ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ മറ്റേ സെൻട്രൽ ഫ്രഷ് കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന പോലെ ഭയങ്കര സ്പീഡിൽ പറയാം. അത് സെമിനാറൊക്കെ ഞാൻ പറന്നായിരിക്കും പോകുന്നത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇയർ സെമിനാർ നടത്തുമ്പോൾ നമുക്ക് ടൈമുണ്ട്. 15 മിനിറ്റ്സ് വേണം നമ്മുടെ സെമിനാർ, അതായത് പ്രൊജക്ടിന്റെ സെമിനാർ. അതൊക്കെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ പഠിക്കും. അപ്പൊ 15 മിനിറ്റ്സ് വേണം സെമിനാർ. അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നവർക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നത്തെ എന്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.